നമസ്കാരം. ഇന്ന് ലോക ഭിന്നശേഷി ദിനം. ഓസ്കാർ പിസ്റ്റോറിയസ് എന്ന ബ്ലേഡ് റണ്ണറെ ഓർമ്മയുണ്ടോ? 2004 മുതൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി സീനിയർ അത്ലറ്റിക്സ്, ഒളിമ്പിക്സ് എന്നിവയിലൊക്കെ മെഡലുകൾ വാരിക്കൂട്ടിയ താരം. മുട്ടിന് താഴെ 2 കാലുകളും മുറിച്ചു മാറ്റിയ അദ്ദേഹം കഠിന പ്രയത്നത്തിനും ആത്മവിശ്വാസത്തിനും ഉത്തമ ഉദാഹരണമാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴിയിൽ നിന്നും നമുക്കുമുണ്ടൊരു ചാമ്പ്യൻ. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം PD പ്രമോദിയേട്ടൻ. പ്രമോദേട്ടാ, നമസ്കാരം. ചെറുപ്പകാലം കഞ്ഞിക്കുഴിയിൽ തന്നെയായിരുന്നോ, അതെയോ അതിനു മുന്നേ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവമോ അങ്ങനെ എന്തെങ്കിലും നമ്മളോട് പറയാനായിട്ടുണ്ടോ? എൻ്റെ ജനനം തന്നെ ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ ആൽപ്പാറ എന്ന ഗ്രാമത്തിലാണ്. ജനനം വളരെ സങ്കടകരമായിട്ടുള്ള ഒരു സ്റ്റേജിലാണ് എൻ്റെ ജനനം. ഞാൻ ജനിച്ചത് വളരെ നിർധന കുടുംബത്തിലുള്ള ചിന്നമ്മ ദാസ് ദമ്പതികളുടെ മകനാണ് ഞാൻ. ഇവരുടെ 3ാമത്തെ മകനാണ് ഞാൻ. 3 മക്കൾ. ഏറ്റവും ഇളയതാണ്. എൻ്റെ ജനനം എന്ന് പറയുന്നത് വളരെ സങ്കടകരമായും ലോകം അറിയപ്പെടുന്നതുമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. ഞാൻ ജനിക്കുന്നത് എൻ്റെ വീട്ടിലൊരു ഓലപ്പുരയിലാണ്. ആ സമയത്ത് അമ്മയും അച്ഛനുണ്ടായിരുന്നുള്ളൂ. ചേട്ടന്മാർ അംഗൻവാടി പോയ സമയത്ത് കുഞ്ഞുങ്ങൾ തന്നെയായിരുന്നു. ആ സമയത്താണ് എൻ്റെ ജനനം. ഞാൻ ജനിച്ച സമയത്ത് അമ്മ അച്ഛനോട് പറഞ്ഞു, എന്നേ കൊച്ചിന് കയ്യില്ലല്ലോ. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താടി പറഞ്ഞു? അപ്പോൾ അമ്മ പറഞ്ഞു, കൊച്ചിന് കൈയില്ല ജനിച്ചപ്പം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒന്ന് നോക്കിക്കേ. അപ്പോൾ അമ്മ ഒന്നുകൂടെ പോയി ഇങ്ങനെ നോക്കിയപ്പോൾ കൈ കാണുന്നില്ല. അപ്പോൾ അച്ഛനോട് വീണ്ടും പറഞ്ഞു, എന്നേ കൊച്ചിൻ്റെ കൈയില്ല കേട്ടോ. അപ്പോൾ അച്ഛൻ വന്ന് വാതിക്ക് വന്നിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഒരു മാംസ കഷ്ണം കിടക്കുന്ന പോലെ ഞാൻ മാത്രം. അപ്പോൾ തന്നെ അച്ഛൻ വളരെയധികം സങ്കടത്തോടെ അലറിക്കരഞ്ഞു. അലറിക്കരഞ്ഞിട്ട് ആ ദേശത്തുള്ള ജനങ്ങളെല്ലാം നോക്കാനായിട്ട് എന്താ സംഭവം എന്നറിയില്ലല്ലോ, ഓടിയെടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെയൊരു അപൂർവമായിട്ടുള്ളൊരു ജീവി വളരെ ചുരുക്കമായിട്ട് സംഭവിക്കുന്ന ഒരു കുട്ടി. ആ സമയത്ത് എൻ്റെ അച്ഛൻ്റെ അമ്മയോട് പറഞ്ഞു, എനിക്ക് ഈ കുട്ടിയെ വേണ്ട, ഈ കുട്ടിയെ കൊന്നു കളഞ്ഞോളൂ. അപ്പോൾ അച്ഛൻ്റെ അമ്മ പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല ഈ പാവ വെക്കാനൊന്നും, നീ എന്താണ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ കൈ കുത്തി ഇങ്ങനെ നടക്കുന്ന സമയം വരെയും അച്ഛൻ ശരിക്കും എന്നെ നോക്കത്തില്ലായിരുന്നു. കാരണം സങ്കടം കൊണ്ട് ഇങ്ങനെയൊരു കൊച്ചിനെ വളർത്തിയെടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ റിസ്ക്കുള്ള ഒരു മാനസികമായിട്ട് പ്രശ്നം. പിന്നെ ഞാൻ ഒരു വയസ്സേക്കായപ്പോഴത്തേക്കും ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ അന്നൊക്കെ ഇത്രയും ഫെസിലിറ്റീസുള്ള ഡോക്ടേഴ്സ് ഇല്ലല്ലോ. ഡോക്ടറെ അടുത്ത് തന്നെ പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങളിവനെ വളർത്തിവിട്ടാൽ മതി, ഇവൻ നല്ല നിലയിൽ എത്തിക്കോളൂ, നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ഓപ്പറേഷനോ അല്ലെങ്കിൽ ഇവിടെ കൈ വെക്കാവുന്ന രീതിയിലാണ് അന്ന് പോയത്. പക്ഷെ അവർ പറഞ്ഞു, നിങ്ങൾ കൈയൊന്നും വെക്കണ്ട, അവനൊന്നും ചെയ്യണ്ട, നിങ്ങൾ അവനെ വളർത്തിവിട്ടാൽ മതി. ആത്മവിശ്വാസം കൊടുക്കുക. സ്കൂൾ ജീവിതമൊക്കെ കഞ്ഞിക്കുഴി തന്നെയായിരുന്നു? ഞാൻ സ്കൂൾ ജീവിതം അവിടെ 1ാം ക്ലാസ് മുതൽ 10 വരെയും കഞ്ഞിക്കുഴി, +2 വരെയും കഞ്ഞിക്കുഴി, +2 വരെ കഞ്ഞിക്കുഴിയായിരുന്നു. ഡിഗ്രി ചെയ്തത് എറണാകുളം മഹാരാജാസ് കോളേജിലാണ്. അത് എൻ്റെ എറണാകുളം എൻ്റെ അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് വലിയൊരു കോളേജിൽ പഠിക്കണമെന്ന് എൻ്റെ അച്ഛൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, സ്വപ്നം. അത് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് വന്ന സമയത്താണ് എൻ്റെ അച്ഛൻ്റെ മരണം. ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതായിരുന്നു. അന്നൊന്നും ഇത്രയും ആശുപത്രി അല്ല. അപ്പോൾ ഇപ്പോഴും എനിക്കൊരു മനസ്സിലുള്ളൊരു വിഷമം എന്ന് പറയുന്നത്, അന്ന് എനിക്ക് കയറി സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അന്ന് അടിമാലി ഹോസ്പിറ്റലാണ്. പക്ഷേ അച്ഛനിപ്പോൾ ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും, മകൻ ഇത്രയും വലിയ നിലയിൽ എല്ലാവരും സന്തോഷിക്കുന്നുണ്ടായിരുന്നു. കാരണം എന്നെ അന്ന് വേറെ ആൾക്കാർ ചോദിച്ചതാണ്, കൊടുക്കാവോ. അന്നേരം അച്ഛൻ പറഞ്ഞു, എൻ്റെ കൊച്ചിനെ ഞാൻ കൊടുക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, ഞാൻ വളർത്തുന്നുള്ളൂ. അങ്ങനെ വളർത്തി ഈ നിലയിൽ എത്തിക്കാനായിട്ട്. പക്ഷേ ഈ നിലയിലെത്തിയെങ്കിലും എനിക്ക് വളരെ സങ്കടം എന്ന് പറയുന്നത്, ഇപ്പോഴും
ആ മരിച്ച സമയത്ത് ഒരു വാക്ക് സംസാരിക്കാനുള്ള അവസരം പക്ഷെ കിട്ടിയില്ല. അച്ഛൻ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ, അറിയുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ അതിൻ്റെ സങ്കടത്തിൻ്റെ ആവശ്യമില്ല. അല്ല, എനിക്ക് ഇതുവരെയായിട്ട് അങ്ങനെ സങ്കടം എന്ന് പറഞ്ഞാൽ ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ എന്നെ വളരെയധികം മാനസികമായി വേദനിപ്പിക്കുന്ന ഒരു സംഭവം. പിന്നെ ഇങ്ങനെ ഒരു ഈ ഒരു നമ്മൾ പറയില്ലേ, ഈ ഒരു ചെറിയൊരു പോരായ്മ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഉൾവലിയ ചെയ്യുന്നത് സാധാരണ എല്ലാവരും. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു വേദന വന്നാൽ തന്നെ എനിക്ക് വയ്യാന്ന് പറഞ്ഞ് നമ്മൾ മാറിയിരിക്കും. ഇങ്ങനെ ഒരു പോരായ്മ ഉണ്ടായിട്ട് പോലും ഈ ഒരു സ്പോർട്സ് ഫീൽഡ്, വേറെ ഒരു ഫീൽഡും അല്ല, ഇത്രയും റിസ്ക് ഉള്ള സ്പോർട്സ് ഫീൽഡിലോട്ട് തന്നെ വരാനായിട്ട് എന്താണ് ഇൻസ്പിറേഷൻ, അത് പ്രചോദനം എന്തുകൊണ്ടാണ്? അത് കഞ്ഞിക്കുഴി എന്ന് പറയുന്ന ഒരു നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ഫീൽഡിലോട്ട് വരാനുണ്ടായ പ്രചോദനം? ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എൻ്റെ ജ്യേഷ്ഠന്മാർ, അച്ഛൻ, അമ്മ, പിന്നെ എൻ്റെ ഫ്രണ്ട്സ്. കാരണം ഞാൻ ജനിച്ചത് ഈ ഒരു ഗ്രാമത്തിലല്ല, വേറെ ഏതെങ്കിലും ജില്ലയിലാണെങ്കിൽ പോലും ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കില്ല. ഇടുക്കിയുടെ നന്മ, അതിൻ്റെ പ്രദേശവാസികളുടെ നന്മ. അയൽക്കാരും നമ്മളുടെ എല്ലാവരും സപ്പോർട്ടാണ്, വീട്ടുകാരും എല്ലാവരും സപ്പോർട്ടാണ്. കാരണം ഞാൻ ജനിച്ച് നടക്കാൻ തുടങ്ങി മുതൽ എൻ്റെ കൂട്ടുകാർ കൂടെ നടന്നും ഇങ്ങനെ ആ അയൽക്കാർ വീട്ടിലൊക്കെ പോയി ഇങ്ങനെ പോയി നമ്മുടെ ഒരു മെൻറ്റാലിറ്റി ആ ഒരു അവരെ ഏറ്റെടുത്തു. അപ്പോൾ നമ്മളങ്ങ് നടന്ന് ആ ഒരു ക്ലൈമറ്റിലോട്ട് അങ്ങോട്ടായി. പക്ഷേ ഇന്നത്തെ കാലത്ത് വൈകല്യമുള്ളവർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ തീർച്ചയായും ജനങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യില്ല, മറച്ചു വെക്കാനുള്ള ഒരു ഇതാണ്. കാരണം ഇങ്ങനെ ഒരു കുട്ടീനെ വളർത്തിക്കൊണ്ടുവരിക അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ ഫ്രണ്ടിലോട്ട് പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവർക്കൊരു ബുദ്ധിമുട്ട് മാത്രമല്ല, ഒരു വീട്ടിൽ ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ എന്തോ നല്ലൊരു പാവം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഇന്ന് ജനങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് ഇങ്ങനൊരു അവസ്ഥ സാധിച്ചു. കാരണം ഞാൻ നിരവധി ഡിസേബിൾഡ് ആയിട്ടുള്ള ജനങ്ങളുടെ അടുത്ത് ഞാൻ പോയിട്ട് ഒത്തിരി സ്ഥലങ്ങൾ പോയിട്ട് ക്ലാസ്സുകളൊക്കെ എടുക്കാനായിട്ട് പോകുന്നു, ക്ലാസ് എടുക്കാറ് പോകാറുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിരിക്കും നോക്കുമ്പോഴത്തേക്കും അവർ വളരെ ദുഃഖിതരാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇതൊരു കുറവായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ ചെയ്യുന്നതിനേക്കാളും 100 ഇരട്ടി കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ വില്ലിനാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ എടുക്കാനായിട്ട് സാറ് ഒരുപാട് സ്ഥലങ്ങളിലൂടെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ സാറിന് വളർന്ന് വന്ന സാഹചര്യത്തിൽ, അതായത് നമ്മൾ അന്ന് വന്ന ചുറ്റുപാടുകളൊക്കെ പറഞ്ഞല്ലോ, ആ സമയത്ത് ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഒരുപാട് ട്രെയിനിങ്ങൾ കിട്ടിയിട്ടുണ്ടോ? പ്രത്യേകം പരിശീലകൻ ഉണ്ടായിരുന്നോ? അതെയോ തന്നെ ട്രെയിൻഡായിട്ട് വന്നതാണോ? എങ്ങനെയാണ്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ കായിക രംഗത്തോട്ട് കടന്നു വരുന്നത് 5ാം ക്ലാസ്സിലാണ്. 5ാം ക്ലാസ്സിലൊരു ചെറിയൊരു തമാശയ്ക്ക് സ്കൂളിൽ ആനിവേഴ്സറി നടത്തുമ്പോൾ ഓടിയതാണ്. അതിനോടനുബന്ധിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ നമ്മൾ ഹൈസ്കൂളിലെത്തി കഴിയുമ്പോഴത്തേക്കും എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ച ഒരു സാറുണ്ടായിരുന്നു. അന്നത്തെ പ്രിൻസിപ്പളായിരുന്ന വി രാജപ്പൻ സാർ. സാറിനെ അഭിമാനിക്കാം തീർച്ചയായും. കാരണം അന്നുണ്ടായിരുന്ന പി ടീച്ചർ, ഓമന ടീച്ചർ, ഇവർ രണ്ടുപേരുമാണ് നമ്മളെ ഇന്ന് ഈ നിലയിൽ പ്രചോദനത്തിലൂടെ നമ്മളിവിടെ എത്താൻ കഴിഞ്ഞത്. കാരണം അന്നൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കായിക രംഗത്ത് കിടന്നുമ്പോൾ 800-400 മീറ്ററുകളിലായിരുന്നു മത്സരിച്ചുകൊണ്ടിരുന്നത്. അന്നൊക്കെ സ്കൂളിൽ നിന്നും ജയിച്ച് ജില്ലയിൽ ചെല്ലുമ്പോഴത്തേക്കും ജില്ലയിൽ നമ്മൾ തോൽക്കുന്നു. അപ്പോൾ നമ്മൾ വിട്ടുകൊടുക്കില്ല, വാശി നമ്മളെ വീണ്ടും നമ്മൾ സ്വന്തമായിട്ട് ട്രെയിൻ ചെയ്ത് മറ്റുള്ള സ്കൂളുകളിലും മറ്റാൾക്കാരിങ്ങനെ കോച്ചിങ് കണ്ട് പഠിച്ച് നമ്മൾ നോക്കി കണ്ട് പഠിച്ച് നമ്മൾ അതേപോലെ രാവിലെ ഓടി സ്കൂളിൽ പ്രൈസ് മേടിച്ചു. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി തലത്തിൽ ചെന്നപ്പോൾ ഞാൻ ഈ ഈവൻ്റ് എല്ലാം മാറ്റി. പിന്നെ ക്രോസ് കൺട്രി ആക്കി, ഓട്ടം മാറ്റി ക്രോസ് കൺട്രി ആക്കി. ക്രോസ് കൺട്രിയിൽ ഇന്ത്യ വരെയും ചെയ്തു. പിന്നെ ഈ യൂണിവേഴ്സിറ്റി ചെല്ലുമ്പോൾ തന്നെ ഞാൻ സ്പോർട്സ് കോട്ടയിൽ കയറാനായിട്ട് ചെല്ലുമ്പോൾ ഫുട്ബോളിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞിരുന്നു, കോച്ചിങ് ഈ സെലക്ഷൻ സമയം കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റ് ഉണ്ടായിരുന്ന ഫുട്ബോൾ ഈ ക്രിക്കറ്റായിരുന്നു. ക്രിക്കറ്റിൻ്റെ അവിടെ വീണ്ടും മാറി ക്രിക്കറ്റിലോട്ട് ഒരു ബോൾ ചെയ്തപ്പോൾ 3ാമത്തെ ബോളിൽ സ്റ്റമ്പ് ഒടിഞ്ഞു. അപ്പോൾ ആരും ഇത് ഇപ്പോൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. കാരണം അത് കണ്ട് അപ്പോൾ ആ സാർ പറഞ്ഞു, നിങ്ങൾ ക്രിക്കറ്റിൽ വേണ്ട, ഫുട്ബോളിൽ തന്നെ ജോയിൻ ചെയ്തോളൂ. അവിടെ നിന്നാണ് നമ്മൾ ഫുട്ബോളിൽ കയറി. യൂണിവേഴ്സിറ്റി പ്ലെയറായിരുന്നു, MG യൂണിവേഴ്സിറ്റിയുടെ മഹാരാജാസിൻ്റെ പ്ലെയറായിരുന്നു. അവിടെ നിന്നാണ് ഫുട്ബോളിൻ്റെ ആദ്യത്തെ ചുവടുവെപ്പ്
കോച്ചിങ് അവിടെ നിന്നാണ് നമുക്ക് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഫുട്ബോളിലോട്ട് ഞാൻ ഏഷ്യൻ ഫുട്ബോൾ കോച്ചാണ്. ഗ്രേറ്റ്. ഇന്ത്യയിലെ ഏഷ്യയിലെ ആദ്യമായിട്ടുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള ഏക ഇന്ത്യൻ ഫുട്ബോൾ ഡിഫറെൻ്റ്ലി ഏബിൾ വൈകല്യമുള്ളവരുടെ ആദ്യത്തെ കോച്ചായിട്ട് എന്നുവെച്ചാൽ നോർമലുള്ള കോച്ചാണ്. അത് ഡിസേബിൾ ആയിട്ടുള്ള ഏക ഇന്ത്യൻ ഫുട്ബോൾ കോച്ചാണ്. അത് ഞാൻ നെടുമ്പാശ്ശേരിയിൽ ഒരു ജനസേവാ കേന്ദ്രമുണ്ട്. അവിടുത്തെ സ്കൂളിലെ പിള്ളേർക്കായിട്ട് ആദ്യം ട്രെയിനിങ് കൊടുത്തു. അവിടെ നിന്ന് എനിക്കൊരു ഹെഡ് കോച്ചുണ്ടായിരുന്നു, സോളി സേവ്യർ, സന്തോഷ് റബി അസിസ്റ്റൻറ്റ് കോച്ചായിരുന്നു. അപ്പോൾ സാറാണ് എന്നെ ഈ ഫുട്ബോളിൻ്റെ കോച്ചായിട്ട് ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. മറ്റേ സ്പോർട്സ് കൗൺസിലിൻ്റെ ഒരു എക്സാം, അതിലോട്ട് ആപ്ലിക്കേഷൻ ചെയ്തു. അതിൻ്റെ ഫസ്റ്റ് എക്സാം ഡി ലൈസൻസാണ്. ഡി ലൈസൻസ് എന്ന് പറയുന്നത് ഗ്രാസ് റൂട്ട് ലെവൽ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം, ബേസിക്. അത് കണ്ണൂരായിരുന്നു. അതിന് ചെന്നപ്പോൾ വളരെ വേദനകരമായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത്, അവിടെ ചെന്ന് ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ കോച്ച് ഇവിടെ ഉള്ളവരല്ല വരുന്നത്, പരിശീലകർ ഇവിടെ ഉള്ളവരല്ല. അത് പറഞ്ഞു ഇയാളെ പുറത്തുനിന്നുള്ളവരാണ്, ഇയാളെ കളിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം കയ്യില്ലാത്തതുകൊണ്ട് ഈ ട്രെയിനിങ് സമയത്ത് വല്ല പുഷിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ മലയാളിയായിട്ടുള്ള അവിടെ തിരുവനന്തപുരത്തുള്ള സാറുണ്ട്. സാർ പറഞ്ഞു ഇയാൾ കളിച്ചോട്ടെ, നോക്കാം. അപ്പോൾ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കും അവർക്ക് സന്തോഷമായി. കാരണം രാവിലെ തൊട്ട് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ 12 മണി വരെയും ട്രെയിനിങ് ഫീൽഡിലാണ്, മോർണിംഗ് കണ്ടിന്യൂസ്. അപ്പോൾ അതിൽ ടെക്നിക്സൊക്കെ ഉണ്ട്. അതിൽ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റിൽ ചെയ്ത് കാണിക്കും, മറ്റുള്ളവർ മാറി നിൽക്കും. അപ്പോൾ അവർക്ക് വളരെ താല്പര്യമായി. അവർക്ക് മനസ്സിലായി ചെയ്യാനുള്ള ആംബിയർ നമുക്കുണ്ട്. ഓക്കെ. ഞങ്ങൾ നിരവധി മാരത്തോൺ വിൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്ക് വേണ്ടി മാരത്തോൺ വഴിയാണ് എനിക്ക് ജോലി ലഭിച്ചത്. ഓക്കെ. അത് 22 കിലോമീറ്ററാണ്. 22. അതിലൂടെയാണ് എനിക്ക് ഈ ജോലി കിട്ടിയതും ഈ സ്പോർട്സ് കോട്ടയിലാണ് അല്ലേ? ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാൾ സ്പോർട്സ് കോട്ടയിൽ തന്നെ ജോലി മേടിക്കുക എന്ന് പറയുന്നതും വലിയൊരു കാര്യം തന്നെയാണ്. അത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു ഒരു സാഹചര്യമാണ് എനിക്ക് ജോലി ലഭിച്ചത് തന്നെ. കാരണം 5 വർഷക്കാലം ഇതിനു വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് മാസങ്ങളോളം സെക്രട്ടേറിയറ്റ് കയറി ഇറങ്ങി ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അമ്മ പണിയുന്ന കാശ് കൊണ്ട് ഒരു മാസത്തിൽ 30 ദിവസം ഉണ്ടെങ്കിൽ 15 ദിവസവും ഞാൻ സെക്രട്ടേറിയറ്റിലുണ്ട്. കാരണം ഭക്ഷണം പോയില്ലാതെ ഒരു ദിവസം KSRTC കിടന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം പ്രൈവറ്റ് സ്റ്റാൻഡിൽ കിടക്കുന്ന അവസ്ഥയാണ്. അത്രയും കഷ്ടപ്പെട്ടാണ് ജോലി നേടിയെടുത്തത് തന്നെ പറയാലോ. കാരണം അതിൻ്റെ പിന്നിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് ഇപ്പോൾ സർവീസിലുള്ളതുകൊണ്ട് നമുക്കിങ്ങനെ പറയാൻ സാധിക്കില്ല. എത്ര വർഷം ജോലിയിൽ കയറിയിട്ട്? ഇപ്പം 4 വർഷമായി. ഇടുക്കി കളക്ടറേറ്റിലാണ് അല്ലേ? ഏത് വിഭാഗം? ഞാൻ അവിടെ ഇൻസ്പെക്ഷനിലാണ്, കളക്ടറുടെ കൂടെ തന്നെയാണ്. ഓക്കെ. എങ്ങനെയുണ്ട് അവിടെ സഹപ്രവർത്തകരെല്ലാം ഇതിന് സപ്പോർട്ടീവ് ആണ്? സാറ്, എൻ്റെ ഓഫീസർ കളക്ടർ സാറ് ദിനേശ് സാറ്, ഫുൾ സപ്പോർട്ടാണ് അല്ലേ? സാറ് ഞാനവിടെ പോകണമെന്ന് പറഞ്ഞാലും സാറ് നോ പറയില്ല. ഓക്കെ. എല്ലാവരും കൂടെ തന്നെയുണ്ട്. എല്ലാത്തിനും ഓഫീസർമാരും നമുക്ക് വളരെ സപ്പോർട്ടാണ്. കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ മാസ്റ്റേഴ്സ് അത്ലറ്റിക്സിൽ പഞ്ചാബ് നടന്ന മത്സരത്തിൽ ഗോൾഡ് കിട്ടി. ഗ്രേറ്റ്. അതിൽ എനിക്ക് വന്നപ്പോൾ വളരെയധികം ഒരു സ്വീകരണം നൽകി. അത് നമ്മുടെ പ്രിയങ്കരനായ വൈദ്യുതി വകുപ്പ് മന്ത്രി മണി സാർ സ്വീകരണം നൽകിയത്. ജോലി കിട്ടി. അപ്പൊ ഇനി കല്യാണത്തെ ആ ഒരു സ്വപ്നത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കല്യാണ സ്വപ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാനിപ്പോൾ എൻ്റെ ഒരു അടഞ്ഞ പുസ്തകമാണ്. കാരണം ഞാനൊരു 2500-ഓളം അധികം പെൺകുട്ടികളെ ഞാൻ മാട്രിമോണി വഴിയും പത്രം വഴിയും അവരോട്ട് സംസാരിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ അവർ സംസാരിക്കുമ്പോൾ പറയുന്നത്, ഞാനിങ്ങനെ പറയും ഞാനിങ്ങനെ സ്പോർട്സുകാരനാണ്, ഗവൺമെൻറ് ജോലിക്കാരനാണ്, ഇൻ്റർനാഷണൽ പ്ലെയറാണ്. അവർ ഓക്കെ എന്ന് പറയും. ലാസ്റ്റ് ഞാൻ പറയും എനിക്ക് ജനിച്ചപ്പോൾ കൈയില്ല, ഇടത് കൈയില്ല, വലതേക്ക് ചെറിയ പ്രശ്നമുണ്ട്. അന്നേരം ഇവർ പറയുന്നത് കൈയില്ലല്ലേ. കയ്യിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും
അവർക്ക് നമ്മൾ താല്പര്യമില്ല മനസ്സിലാവും. അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ചേട്ടൻ്റെ മോള് നല്ല കൈയും കാലും സുന്ദരനായിട്ടൊരാളെ കെട്ടിന്ന് വെക്കുക, അവർക്ക് എന്തെങ്കിലും സംഭവിച്ച് 2 മാസം 1 വർഷം കഴിയുമ്പോൾ എന്തെങ്കിലും സംഭവിച്ച് തളർന്നോ അല്ലെങ്കിൽ ഇത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഉപേക്ഷിക്കുക. അപ്പോൾ ഞാൻ കുറേ പെൺകുട്ടികൾ സംസാരിച്ചപ്പോൾ അത് പറഞ്ഞത്, ചേട്ടന് ബൈക്ക് ഓടിക്കാൻ അറിയാമോ? ചേട്ടന് ബൈക്ക് ഓടിക്കാൻ അറിയാമോ? എനിക്കറിയില്ല. ചേട്ടന് കാർ ഓടിക്കാൻ അറിയാമോ? ഇല്ല. ഞങ്ങളുടെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് ബൈക്കിന് പുറത്തിരുന്ന് പോകുന്നതും കാറേ കയറി പോകുന്നതും. അപ്പോൾ ഞാൻ പറഞ്ഞു, സോറി, നമുക്ക് പറ്റില്ല, ഇത് പറ്റില്ല. അത് കാരണം ഞാൻ ആ ഒരു ചാപ്റ്റർ ഇങ്ങനെ ക്ലോസ് അടയ്ക്കാൻ വരട്ടെ. എവിടെന്നെങ്കിലും നമുക്ക് നല്ലൊരാളെ, നമുക്ക് പറ്റിയ ഒരാളെ കിട്ടും. വന്നാൽ നമ്മൾ സ്വീകരിക്കും. അതെ. അപ്പം ഇപ്പം നമ്മളിത് പറഞ്ഞു, ഈ ഒരു കേസിനെ കുറിച്ച് പറഞ്ഞു, നമുക്ക് കൈയില്ല എന്ന് പറയുന്നു. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കുന്ന ആളാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ട് ഉണ്ടാവാം ചെറുപ്പം തൊട്ട് ഈ ഒരു നിലയിൽ എത്തുന്നത് വരെ. അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്? ഞാൻ ഈ സ്പോർട്സിൽ പോകുമ്പോൾ തന്നെ ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇവനാണ് ഇപ്പോൾ ഈ ഓടാൻ പോയിട്ട് ഇപ്പോൾ ഇന്ത്യനെ കൊണ്ടുവരും എന്നൊക്കെ പറയുന്ന പോലെ. എന്തായാലും ദൈവം സഹായിച്ച് ഇന്ത്യക്ക് വേണ്ടി മത്സരിക്കാനുള്ള അവസരങ്ങൾ നിരവധി ഉണ്ടായി, ഒരുപാട് കിട്ടി, ദൈവം അനുഗ്രഹിച്ചു. ഞാൻ ഇപ്പോൾ ഗിന്നസ് ബുക്കിൽ പറയാൻ പോവുകയാണെങ്കിൽ, ഗിന്നസ് ബുക്ക് കിട്ടാനാണെങ്കിൽ എനിക്ക് ഒത്തിരിയധികം നേട്ടങ്ങളുണ്ട്, റെക്കോർഡുകളുണ്ട്. നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന പാൽക്കുളം മേട് 3725 അടി ഉയരമുള്ള പാൽക്കുളം മേട് ഞാൻ ഓടിക്കുക 2019. കഴിഞ്ഞ മാസം 197 കിലോമീറ്റർ ഞാൻ 3 ദിവസം കൊണ്ട് ഓടിത്തീർന്നു. ഏഷ്യയിലെ ആദ്യത്തെ വൈകല്യമുള്ള ഏഷ്യൻ ഫുട്ബോളായിട്ടുള്ള കോച്ചായിട്ടുള്ള ഞാൻ മാത്രമേ ഉള്ളൂ. ഇത് ശരിക്കും ഗിന്നസ് ബുക്കിൽ വരേണ്ടതാണ്. പക്ഷെ നമുക്ക് അതിനുള്ള പുറകെ സാഹചര്യങ്ങളും നമ്മൾ പുഷ് ചെയ്യാനുള്ള ആൾക്കാരില്ലാത്തതുകൊണ്ട് നമുക്കൊന്നും കിട്ടത്തില്ല. നമ്മൾ അതിനോർത്ത് നമ്മൾ വിലപിക്കുന്ന ആളല്ല. ഇത്രയും നേട്ടങ്ങൾ തന്നതും ആരും നമ്മളെ കൊണ്ടുപോയിട്ടല്ല, സ്വന്തം കഠിന പ്രയത്നത്തിലൂടെ തന്നെ ഇവിടം വരെ എത്തി. തന്നെയാണ്. ഒരുപാട് കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കുന്നുണ്ട്, ഫുട്ബോൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട് കഞ്ഞിക്കുഴിയിൽ തന്നെ അല്ലേ? അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വർഷമാണ് ഞാൻ ആദ്യമായിട്ട് കോച്ചിങ് തുടങ്ങിയത്. കാരണം ഞാൻ ഇത് പഠിച്ചതുകൊണ്ട് വേറെ ഉപകാരമൊന്നുമില്ല. ഈ വെച്ചോണ്ട് സർട്ടിഫിക്കറ്റ് വെച്ചോണ്ടിട്ട് കാര്യമില്ല. വിദ്യ എന്ന് പറയുന്നത് കൊടുക്കുമ്പോഴേ നമുക്ക് കിട്ടുള്ളൂ. ഫുട്ബോളിനെ തന്നെ നമ്മൾ കളിച്ചോണ്ടിരുന്നെങ്കിൽ മാത്രമാണ് നമുക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, കൂടുതൽ നമുക്ക് അച്ചീവ് ചെയ്യാനും പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ബോളോട്ട് ടച്ച് വിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടപടിയില്ല. അപ്പോൾ ഞാനൊരു അക്കാഡമി പോലെ ഒരെണ്ണം പ്ലാൻ ചെയ്യാനായിട്ട് ഞങ്ങളുടെ നങ്കിസിറ്റി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ അസോസിയേഷൻ ഞങ്ങളുണ്ടാക്കി. അപ്പോൾ എൻ്റെ അമ്മാവൻ്റെ മകനുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു, നമുക്കിങ്ങനെ ഒരു പ്ലാൻ ചെയ്താലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നോട്ടീസ് അടിച്ചു. എല്ലായിടത്തും കൊടുത്തു. ഒത്തിരി പിള്ളേർ 150ഓളം കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അത് നടത്തണമെങ്കിൽ കുറേ ക്യാഷ് വേണം. പിന്നെ ഫുട്ബോൾ വേണം, മെറ്റീരിയൽസ് വേണം, മറ്റുള്ള സാഹചര്യങ്ങളും. അപ്പോൾ ഞാൻ കുറേ അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചു, അത്യാവശ്യം സാമ്പത്തികമുള്ള ആൾക്കാരോട് ചോദിച്ചു, സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കുറച്ച് സാമ്പത്തികം ആവശ്യമുണ്ട്, സഹായിക്കുമോ? അവർ ഓക്കെ ചെയ്യാം, എപ്പോഴാന്ന് പറഞ്ഞാൽ മതി, നമ്മൾ സാധനം ബോളിങ് എന്ത് സാധനങ്ങളും മേടിച്ചുതരാം. ഞാൻ ഉദ്ഘാടനത്തിൻ്റെ തലേ ദിവസം പോയി അവിടെ ചോദിച്ചപ്പോഴാണ്, അയ്യോ അത് ഞങ്ങളുടെ കമ്മിറ്റി കൂടിയില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, ഞാൻ മേടിച്ചോളാം തന്നെ. എന്നിട്ട് നമുക്ക് കിട്ടുന്ന സാലറിക്ക് അതിൽ പൈസ എടുത്തു കൊണ്ടുപോയി മൂവാറ്റുപുഴ പോയി മെറ്റീരിയൽസ് മേടിച്ചു. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നല്ല വിജയകരമായി തന്നെ വന്നതാണ്. അന്നേരമാണ് ഈ വർഷം കൊറോണ വന്നതുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അതിന്റെ ട്രെയിനിങ് ഇപ്പം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? അതോ കൊറോണ കാരണം ട്രെയിനിങ് മുടങ്ങി? കൊറോണ കാരണം നമ്മൾ സർക്കാരിൻ്റെ റൂൾ അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. കുഞ്ഞു കുട്ടികളായതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ പിന്നെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അടുത്ത വർഷം കൊറോണ മാറുന്ന സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു പ്ലാനുണ്ട്. ഏറ്റവും ആദ്യം കിട്ടിയ അവാർഡ് ഇല്ലെങ്കിൽ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഓർമ്മയുണ്ടോ? ഏതാണ് ഏറ്റവും ആദ്യം മനസ്സിൽ സൂക്ഷിക്കുന്നത് നമ്മൾ പറയില്ലേ, അതുപോലെ? ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെയാണ്. 5ാം ക്ലാസ്സിലാണോ? അല്ല, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ടൊരു സമ്മാനം കിട്ടുമ്പോൾ ഈ രായപ്രസാദ് എനിക്ക് ആദ്യമായിട്ട് തന്ന ഒരു പുസ്തകമാണ്.
അത് ഞാനിപ്പോൾ കൊടുത്തൊരു ബ്രെയിൻ ലിപി. കായികമായിട്ട് വളർന്ന പോരാ, കുറച്ച് വായിച്ചും കൂടെ വളരണം. ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പഠിക്കുന്ന ഒരു പുസ്തകം. അപ്പോൾ അതിലെങ്ങനെയാണ് അവർ പഠിച്ച് ഉയർന്നത് എന്നതിനെ കുറിച്ചൊരു സ്റ്റോറി ആയിട്ടുള്ളൊരു പുസ്തകമാണ് സാറ് തന്നത്. അപ്പം അതാണ് ആദ്യത്തെ അച്ചീവ്മെന്റ്. പിന്നെ ഇതുവരെ അന്ന് തൊട്ട് ഇന്ന് വരെ എത്രത്തോളം ഒരുപാട് നാഷണൽ ലെവൽ ഇതൊക്കെ പോയിട്ടുണ്ടല്ലോ, അതെല്ലാം ഒന്ന് ഓർത്തെടുക്കാൻ. ഇന്ത്യയിലുള്ള ഒരുമാതിരി എല്ലാ സംസ്ഥാനത്തും സ്റ്റേറ്റിലും ഞാൻ പോയിട്ടുണ്ട്. ഇനി ആകെ പോകാനുള്ള ജമ്മു കാശ്മീർ മാത്രമേ ഉള്ളൂ. അവിടെ ഒരു മാരത്തോൺ നടക്കുന്നു, പക്ഷെ നമുക്കവിടെ ചെല്ലെങ്കിൽ എന്തൊക്കെയോ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അവിടെ നമുക്ക് കവർ ചെല്ലണമെങ്കിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഞാനിപ്പം 5 രാജ്യങ്ങൾ ഓൺലൈൻ മത്സരങ്ങൾ നടത്തി കഴിഞ്ഞു. ഓൺലൈൻ മാപ്പിംഗ് അത് നമ്മൾ അവിടെ ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ കൊറോണ കാരണം അവർ ഇതിനൊരു ആപ്പ് തരും, പാസ്വേഡ് തരും. അപ്പം നമ്മളത് ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ റൺ ചെയ്യുന്ന എല്ലാവർക്ക് അറിയാൻ പറ്റും. നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം അപ്പം തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ അപ്ഡേറ്റഡ് റേസ് ഇപ്പോൾ 22 കിലോമീറ്റർ ഓടുന്നെങ്കിൽ 22 കിലോമീറ്റർ ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ആവും. ടൈമിങ്, നമ്മൾ ഹാർട്ട് ബീറ്റ്, സ്റ്റെപ്പ് എല്ലാം അവർ ഓൾറെഡി ഇങ്ങനെ അറിയാൻ പറ്റും. പിന്നെ എന്താണ് ഇനി ഫ്യൂച്ചർ പ്ലാൻസ്? ഇനി എന്തൊക്കെയാണ് ചെയ്യണമെന്ന് മനസ്സിൽ? ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ചെയ്യുന്ന ഡ്യൂട്ടി മാറിയിട്ട് എനിക്ക് സ്പോർട്സിൽ തന്നെ ജോലി കിട്ടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഞാൻ പ്രോപ്പർ ചാനലിൽ കളക്ടർ വഴി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിനിസ്റ്റർ ഞാൻ സംസാരിച്ചിരുന്നു മണിയാശനായിട്ട്. അപ്പോൾ മണിയാശൻ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും ചെയ്തു തരാം, സ്പോർട്സിൽ തന്നെ കയറണം എന്നാണ് ജോലി ബന്ധപ്പെട്ട്. അതെ, എനിക്ക് കാരണം എനിക്ക് ഈ എന്തെങ്കിലും കൂടുതൽ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അല്ലേ, ഇന്ത്യയിൽ ലോകത്തിന് വേണ്ടി ചെയ്യണമെങ്കിൽ സ്പോർട്സിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. വ്യക്തിപരമായിട്ട് നമുക്ക് രാജ്യത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇതാകുമ്പോഴത്തേക്കും കുഞ്ഞു കുട്ടികളിലൂടെ നമുക്ക് രാജ്യത്തിൻ്റെ നല്ലൊരു ഭാവി, കാരണം നമ്മൾ കേരളത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും കായിക രംഗത്ത് വളരെ പ്രോത്സാഹനം കുറവാണ്. ഇപ്പം ഞാൻ പോയ സ്ഥലത്ത് തന്നെയാണെങ്കിൽ പഞ്ചാബ്, ഹരിയാന, അവിടെയൊക്കെയുള്ള ആൾക്കാർ സ്പോർട്സിന്റെ മെയിൻ കോട്ട തന്നെയാണത്. അവിടെയൊക്കെ ജയിച്ച് അപ്പം തന്നെ അവർക്ക് പ്രൈസ് മണി കൊടുക്കും. ജോബും ഉണ്ട്. നമ്മളിവിടെ അത്രയ്ക്കൊരു ഇമ്പോർട്ടൻസ് കയറി വരുന്നുള്ളൂ, അത്രയൊരു ഇതായിട്ടില്ല കേരളത്തിൽ. എന്നുവെച്ചാൽ അതിനെക്കുറിച്ചിട്ട് വെച്ചാൽ നമ്മുടെ രക്ഷിതാക്കൾക്കും ഈ സ്പോർട്സിനെ കുറിച്ചുള്ളൊരു അവയർനെസ് ഇല്ല. ഇവിടെ ഇന്നും പഠനം. സ്പോർട്സിൽ കൊണ്ടുവന്ന പിന്നെ എന്ത് എന്നുള്ളൊരു ഇത് പറഞ്ഞു കൊടുക്കാനോ ഇല്ലെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കാനോ നമ്മളുടെ ഇവിടെ കൂടുതലായിട്ട് വന്നിട്ടില്ലേ? ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ ആരും സ്പോർട്സിൽ വിടത്തില്ല. ഫുട്ബോളിലായാലും ഇപ്പോൾ ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഭയങ്കര ഓപ്ഷൻസാണ്. റെയിൽവേയിലൊക്കെ ആണെങ്കിലും ജോലി കിട്ടണമെങ്കിൽ ഭയങ്കര ഫുട്ബോൾ, ക്രിക്കറ്റ് ഇതുണ്ടെങ്കിൽ ഓൾറെഡി അവരുടെ 18 വയസ്സാകുമ്പോഴത്തേക്കും ജോലി ഉറപ്പാണ്. പക്ഷെ കടന്നു വരാനായിട്ട് ആൾക്കാരുടെ ഒരു കാരണന്മാർക്ക് ഈ ഹൈ റേഞ്ച് വരെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ കുട്ടികളെ വിട്ട് കഴിഞ്ഞാൽ എന്താകും എന്നുള്ളൊരു ഇതാ മോശമായി പോവുക. ഇപ്പം മീഡിയാസിലും പത്രങ്ങളിലും എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു കാഴ്ചപ്പാടില്ല, പേടിയാണ്. മറ്റുള്ള സംസ്ഥാനങ്ങൾ അങ്ങനെ പഠിക്കുന്ന പ്രശ്നമില്ല. അവിടെ പെമ്പിളറാണ് പറ്റും. അല്ല, നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഇങ്ങനെ കൂടുതൽ കടന്നു വരുമ്പോൾ നമുക്കത് പ്രചോദനമായിട്ട് ഇനി ഒരുപാട് പേര് കയറി വരും, നമുക്കത് പ്രതീക്ഷിക്കാം. ഇങ്ങനെയുള്ള കോച്ചുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെങ്ങനെ പുറകോട്ട് വലിയും, മുമ്പോട്ട് കയറി വരിക തന്നെ ചെയ്യുള്ളൂ. എൻ്റെ ചേട്ടൻ്റെ പെമ്പിളറാണ്, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പം അവരുള്ളത് കൊണ്ട് കുറച്ചും കൂടെ പെൺകുട്ടികൾ കിടന്നിടാനുള്ള വരും. അതുകൊണ്ടാണ് നമ്മൾ അവരെ ഇന്നലെ സ്പോർട്സ് താരമാക്കണം എന്നാണ് നമ്മുടെ ഒരുപാട് പേര് കടന്നു വരട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം. നല്ലൊരു സ്പോർട്സ് കോച്ചായിട്ട് കിട്ടുവാണെങ്കിൽ നമ്മുടെ കഴിവുകൾ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കാനായിട്ട് ഈ അവസരം വിനിയോഗിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ളവരോട്, അതായത് ഇങ്ങനെ ഇപ്പം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണ്, ഇങ്ങനെയുള്ളവരോട് ഇല്ലെങ്കിൽ ഇത് കാണുന്നവരോട് എന്താണ് പ്രതിഭേട്ടന് പറയാനുള്ളത്? ഡിഫറെൻ്റ്ലി ഏബിൾ എന്ന് പറയുന്നത് ഏബിൾ എന്ന് പറഞ്ഞ കഴിവാണ്, ഏബിൾഡാണ്. കാരണം അവർ ജനിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും 2 കൈയും കാലും ഉള്ളവർ ചെയ്യാൻ സാധിക്കില്ല.
നമ്മൾ പരിശോധിച്ചാൽ അറിയാം, സ്റ്റീഫൻ ഹോക്കിൻസ്, പിസ്റ്റോറിയസ്, അതുപോലുള്ള മെയിനായിട്ടുള്ള ആൾക്കാരെല്ലാം അവർ സ്വന്തമായിട്ടുള്ള പ്രയത്നത്തിലൂടെ മാത്രം കയറി വന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ വൈകല്യത്തിൻ്റെ പേരിൽ നമ്മൾ വീട്ടിൽ അടഞ്ഞിരിക്കുന്നത് ശരിയല്ല. നമ്മളും എല്ലാ ജനങ്ങളെ പോലെ ഒരു ഇന്ത്യൻ പൗരനും എല്ലാ സ്വാതന്ത്ര്യമുള്ള ഒരാളാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം, എനിക്കിത് കഴിയും എന്നുള്ളത് അല്ലേ? ചന്ദ്രനിൽ ചെല്ലാൻ നമുക്ക് കഴിയുമെന്ന് വെച്ചാൽ കഴിയും, എനിക്ക് പറ്റില്ല എന്ന് വെച്ചാൽ പറ്റില്ല. നമ്മുടെ എല്ലാം മനസ്സാണ്. ഏത് മനസ്സുണ്ടായാലും നമുക്ക് എവിടെയും എത്തപ്പെടാൻ സാധിക്കും. ജീവിതത്തിൽ നമ്മൾ തോൽക്കുന്ന, എന്നോട് ആൾക്കാർ ചോദിക്കാറുണ്ട്, കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ചിരിയാണല്ലോ, സന്തോഷമാണല്ലോ. നമ്മളിപ്പോൾ സന്തോഷം അല്ലാതെ സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ജീവിതത്തിൽ നമുക്കിത് പോയതൊന്നും തിരിച്ചിട്ടാൻ പോകുന്നില്ല. നമ്മൾ അത് നേടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇപ്പോൾ ഒരു കൈയില്ലെങ്കിൽ 10 കിലോ വരെ ഉണ്ട്. അത് നമ്മൾ നേടിയെടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് എന്നെ ശ്രമിക്കുന്ന ഡിഫറെൻ്റ് ഏബിളല്ല എൻ്റെ സഹോദരങ്ങൾ എല്ലാവർക്കും, അവർ നമ്മൾ ഡിഫറെൻ്റ്ലി ഏബിൾ എന്ന് ശരിക്കും നമ്മൾ അഭിസംബോധന ചെയ്യാൻ പാടില്ലാത്തതാണ് ശരിക്കും. കാരണം ആർക്കാണ് ഡിസേബിൾഡ് അല്ലാത്തുള്ളൂ? എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്. ജീവിതത്തിൽ 2 കൈയും കാലും ഉള്ളവർ എല്ലാവരും ഡിസേബിൾഡാണ്. കാരണം ഞങ്ങൾ ശാരീരികമായിട്ട് ഡിസേബിൾ ആണെങ്കിൽ അവർ മാനസികമായിട്ടും ഡിസേബിൾ ആയിരിക്കും ജീവിതത്തിൽ. അതുകൊണ്ട് നമ്മൾ ആ ഒരു കാറ്റഗറി, പോരായ്മ എന്നൊരു വാക്കില്ല, എനിക്ക് സാധിക്കും, നേടിയെടുക്കും. പിന്നെ എൻ്റെ അനുഭവത്തിൽ ഒത്തിരി സ്ഥലങ്ങളിൽ ഡിസേബിൾഡ് എന്നുള്ള ആ ഒരു കാരണത്താൽ തഴയപ്പെടുന്ന ഒത്തിരിയധികം ജനത ഇന്നുണ്ട്. കാരണം ഒരു ജോലി സാധ്യതയ്ക്കായാലും മറ്റുള്ള ഏത് ഫീൽഡായാലും. നമ്മുടെ കഴിഞ്ഞിടയ്ക്ക് തിരുവനന്തപുരം സബ് കളക്ടറായിരുന്ന മാഡത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ബ്ലൈൻഡാണ്. പുള്ളിക്കാരിയുടെ ഒരു ടോക്കിൽ പുള്ളിക്കാരി പറഞ്ഞു, പുള്ളിക്കാരിക്ക് റെയിൽവേയിൽ വലിയ ഓഫീസറായിട്ട് ജോലി കിട്ടിയതാണ്. അവിടെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്കും ബ്ലൈൻഡ് ആയതുകൊണ്ട് പുള്ളിക്ക് തള്ളിപ്പോയി. പുള്ളി അതുകൊണ്ട് വാശി പുറത്ത് പുള്ളി പഠിച്ചാണ് IAS പാസ്സായത്. അതുകൊണ്ട് നമ്മൾ എവിടെ തഴയപ്പെട്ടാലും, ജീവിതത്തിൽ തഴയപ്പെട്ടാലും, നമ്മൾ സ്വന്തമായ ആത്മവിശ്വാസത്തിലൂടെ കാണിച്ചു കൊടുക്കണം. എനിക്കിത് കഴിഞ്ഞു പ്രൂവ് ചെയ്യുക എന്നുള്ള കാണിച്ചു കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം സഹകരിച്ചതിന് ഒരുപാട് നന്ദി. ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ. പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ ചെയ്യാൻ സാധിക്കട്ടെ. ഒരുപാട് സ്പോർട്സ് കോട്ടയിൽ തന്നെ ജോലി കിട്ടി നല്ലൊരു നിലയിൽ ഇനി നമുക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരുപാട് വിജയാശംസകളും ഈ ഒപ്പം തന്നെ നേരുന്നു. നന്ദി. നമസ്കാരം.